ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ കട്ടിപ്പരിപ്പാണ്. അതായത് സദ്യ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ചോറിൻ്റെ സൈഡിലായിട്ട് കട്ടിപ്പരിപ്പ് ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കറിയാണ് ഞാനും തയ്യാറാക്കുന്നത്. കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയ പരിപ്പാണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള ചെറിയ ടൈപ്പ് പരിപ്പാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ അരമുറി തേങ്ങ ചിരവിയതാണിത്, ചെറുജീരകം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 തണ്ട് വേപ്പില, 3 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 4-5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുവറ്റും പരിപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പരിപ്പിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ പരിപ്പിന് അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുവാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുക്കറിൽ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത് ചീനച്ചട്ടിയിലേക്ക് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാനും കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത അരപ്പാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ജാറിലേക്ക് ഒഴിച്ച് അരപ്പൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വരണം. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത കറിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.